ഹലോ ഗായ്സ്, ആഫ്റ്റർ ലോങ് ടൈം ഒരു ബ്ലോഗ് ഇടാമെന്ന് വിചാരിച്ചു. ബ്ലോഗ് മീൻസ് ഞാനൊന്ന് നാട്ടിൽ പോവാം. ഞാനിപ്പോൾ കൽക്കട്ടയിലാണ് ഹസ്ബൻഡിൻ്റെ കൂടെ. ഞാനപ്പം നാട്ടിൽ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്, കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതൊരു ബ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു. ബ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം സർപ്രൈസായിട്ടാണ് പോകുന്നത്. ഓൾറെഡി എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ചെല്ലുന്നത് അറിയാം, പക്ഷേ എന്ന് ചെല്ലുന്നതെന്നുള്ളത് ഞാൻ 11-ാം തീയതി ചെല്ലുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇന്ന് 9-ാം തീയതിയാണ്. ഞാൻ ശരിക്കും ഇന്നാണ് ചെല്ലുന്നത്. 11-ാം തീയതി ചെല്ലും, എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇന്ന് നൈറ്റ് കൊച്ചിയിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് പിന്നെ ഞാൻ ട്രെയിൻ ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് പിന്നെ ഞാൻ ചെങ്ങന്നൂർ ചെന്നിട്ട് ഹസ്ബൻഡ് വിളിച്ചിട്ട് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, അവരെ ഒന്ന് പിക്ക് ചെയ്യണമെന്ന് എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ടുണ്ട്. സോ അവർ രാത്രി വന്ന് പിക്ക് ചെയ്തോളാം, അവരെന്താ ട്രിപ്പിന് വരുവാന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞാൻ ചെങ്ങന്നൂർ ചെന്നിറങ്ങുമ്പോൾ ഒബ്വിയസ്ലി അവരെന്നെ പിക്ക് ചെയ്യും. ഞാനാ ചെല്ലുന്നതെന്ന് അറിയത്തില്ല, കാരണം ഇന്നലെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് മധ്യപ്രദേശിൽ നിന്ന് വന്നായിരുന്നു. അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നീ അവരുടെ കൂടെ ഉണ്ടോ, ട്രെയിനിലുണ്ടോ എന്ന്. അപ്പം എൻ്റെ അമ്മയ്ക്ക് ഡൗട്ട് വന്നു, ഓക്കെ ഞാനിനി അവരുടെ കൂടെ എങ്ങാനും കയറി ചെല്ലുന്നുണ്ടോയെന്ന്. കാരണം ഞാൻ ചെല്ലുന്നുണ്ടെന്നറിയാം, പക്ഷെ ഇങ്ങനെ എന്നൊരു ഡൗട്ട് വന്നു. കാരണം എൻ്റെ അമ്മയല്ല, എൻ്റെ ഇവിടുത്തെ ബുദ്ധിമുട്ടും അറിയാം. അപ്പം ഇന്ന് അതൊരു ബ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം ഏകദേശം കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് കയറിപ്പോകുന്നതിന് എനിക്ക് വലിയ ടെൻഷനൊന്നുമില്ല, കാരണം കെട്ടിയോൻ്റെ എയർപോർട്ടാണ്, കെട്ടിയോനവിടെ വർക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് കൂളാണ്. ഇപ്പം എനിക്കൊരു 1 മണിക്കാണ് ചെക്കിങ്. ഇവിടുന്ന് ഒരു 12-12:30 ഇറങ്ങിയാൽ മതി, ഇവിടെ അടുത്ത. അപ്പം അതൊരു ബ്ലോഗ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബാക്കി പിന്നെ കാണാം. ഫൈനലി റെഡിയായി, ഇനിയിപ്പോൾ ഇറങ്ങണം. പാക്കിങ്ങും എല്ലാം കഴിഞ്ഞു. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റാണ് ഇവിടുന്ന് ഹൈദരാബാദ് ടു കൊച്ചി. അതാണ് ഏറ്റവും വലിയ വിഷയം. എനിക്ക് കണക്ഷൻ ഫ്ലൈറ്റ് കണ്ടെടുത്താൻ കണ്ടുവിടാം. എനിക്ക് ഇങ്ങോട്ട് വന്നപ്പോഴും അത് തന്നെ, അങ്ങോട്ട് പോകുമ്പോഴും അത് തന്നെ. എന്തോ ഭാഗ്യത്തിന് ഈ വേക്ക് എനിക്ക് ലേ ഓവർ വലുതായിട്ടില്ല, ഒരു 1 hour എന്തോ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. സോ അപ്പം കെട്ടിയവൻ വന്നിട്ട് ഇനി എയർപോർട്ടിൽ പോകാം. പറ്റില്ല. അങ്ങനെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പം അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ബ്ലാക്ക് ഇട്ടത്. അപ്പം പിന്നെ വൈറ്റ് ആക്കിച്ച് അങ്ങനെ പിന്നെ ചെക്കിനൊക്കെ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ടിക്കറ്റൊക്കെ കിട്ടി, എൻ്റെ ടിക്കറ്റൊക്കെ കൊണ്ടിരിക്കും എന്തോ. പിന്നെ പുള്ളി ഡ്യൂട്ടി ഓഫീസറെ കാണാൻ പോയി. ഞാൻ ചെക്കിനൊക്കെ ചെയ്ത് എനിക്ക് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല, കാരണം പുള്ളിയുടെ ഇതായതുകൊണ്ട് എനിക്ക് പ്രിവിലേജ് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുള്ളി അകത്ത് കയറി വന്നു, കാരണം പുള്ളിക്ക് കയറി വരാം, പുള്ളിയുടെ എയർപോർട്ടായതുകൊണ്ട് പുള്ളിക്ക് അകത്ത് കയറി വരാം, റൺവേ വരെ വരാം. അങ്ങനെ പിന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ച് വന്നു. അങ്ങനെ ബസ്സിൽ കയറി, അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫ് ആകാൻ പോവാണ്. അങ്ങനെ ഫ്ലൈറ്റിൽ കയറി ടേക്ക് ഓഫായി. ഇനി ഇവിടുന്ന് ഹൈദരാബാദ്. പിന്നെ എനിക്ക് വ്യൂ ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞാനത് ഒത്തിരി നേരം നോക്കിയിരുന്നു. ഞാൻ സത്യം പറഞ്ഞ് ഇപ്പോൾ ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഞാൻ തിരിച്ചെത്തി, കൽക്കട്ടയിലെത്തി, 1 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ്. അങ്ങനെ ഹൈദരാബാദ് ലാൻഡായി. ഹൈദരാബാദ് എനിക്ക് കറക്റ്റ് 1 മണിക്കൂറായിരുന്നു ലേ ഓവർ. പക്ഷേ എനിക്ക് ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു, അത് കാരണം എനിക്ക് 1 മണിക്കൂറൊന്നും കിട്ടിയില്ല. ഡയറക്റ്റ് അന്നേരം തന്നെ എനിക്ക് മറ്റേ ഫ്ലൈറ്റിലോട്ട് കയറേണ്ടി വന്നു. അങ്ങനെ അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ ഓടി പിടിച്ച് കയറി ടേക്ക് ഓഫായി. സർപ്രൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ട്രാജഡി ആയെന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിൽ ചെങ്ങന്നൂർ ചെന്ന് കഴിഞ്ഞപ്പോൾ അച്ഛനുണ്ട്. അച്ഛൻ്റെ റിയാക്ഷൻ കണ്ടതേ ഞാൻ വീഡിയോ എടുപ്പ് നിർത്തി, കാരണം ഫുള്ളി ട്രാജഡി ആയിപ്പോയി. അമ്മയൊന്നും കൊന്നില്ലെന്നേ ഉള്ളൂ, ആ വീഡിയോ ഒന്നും ഞാൻ ഇടുന്നില്ല. അങ്ങനെ കൊച്ചി ലാൻഡായി. അവിടെ നിന്ന് പിന്നെ ഞാൻ ക്യാബ് ബുക്ക് ചെയ്തു, ഊബർ ബുക്ക് ചെയ്തിട്ട് ഞാൻ അങ്കമാലി എയർപോർട്ടിൽ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ കുറേ നേരം പോസ്റ്റ് ഒരുവിധ അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വന്നിരിപ്പുണ്ട്. 10 മണിക്ക് വരേണ്ട ട്രെയിന് 11 മണിക്കേ വരത്തുള്ളൂ, 1 മണിക്കൂർ ലേറ്റ്. അയ്യോ, അതിൻ്റെ കൂടെ എത്രയും ദിവസം ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ ഒട്ട് പനിയും മൂക്കൊലിപ്പും ദേഹത്ത് വേദന. എന്തൊരു കഷ്ടമാണ് നോക്കിക്കോണേ. തേങ്ങ ചത്തൊരു പരുവമായി. ഇനിയിപ്പോൾ ഇവിടുന്ന് ട്രെയിൻ കയറി ഭാഗ്യത്തിന് ചെങ്ങന്നൂർ അച്ഛനും അമ്മയും വരുന്നുണ്ട്, കുഴപ്പമില്ല. അല്ല ഞാൻ അവിടെ നിന്ന് കൂടെ കഷ്ടപ്പെടേണ്ടി വന്നേനെ. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് എന്തായാലും കിട്ടും, കാരണം അമ്മ ഫ്രണ്ട്സൊക്കെ വരുന്നെന്നും പറഞ്ഞ് ഫുള്ള് അവർക്ക് വേണ്ടിയിട്ടുള്ള സാധനം സെറ്റൊക്കെ. അന്നേരമായിരിക്കും മോളിറങ്ങി ചെല്ലുന്നത്. മിക്കവാറും എന്നെ കൊല വിളിക്കും തള്ള. എന്ത് വാങ്ങുമോ എന്തോ.
അങ്ങനെ ചെങ്ങന്നൂരെത്താറായി. ട്രെയിനിൽ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് മുടിയൊക്കെ ചെയ്യുമെന്ന് ഫ്രഷായി. അച്ഛനെ കണ്ടു. അച്ഛനെ കണ്ടതോടെ മതിയായി. കാരണം വീട്ടിലെ റിയാക്ഷൻ എന്താണെന്ന് നേരെ മനസ്സിലായി. അതോടെ ഞാൻ വീഡിയോ എടുപ്പ് ഇവിടെ വെച്ച് നിർത്തി. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടാറ്റാ.